നമുക്ക് നമ്മുടെ മക്കളെക്കാൾ ഹബീബിനെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ മാതാപിതാക്കളെക്കാൾ, നമ്മുടെ ജോലിയേക്കാൾ, നമ്മുടെ മറ്റെന്തിനേക്കാളും പുണ്യ നബിയെ സ്നേഹിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ കാര്യം വിഷമമാണ്. ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനോടല്ലേ ഹബീബായ തങ്ങൾ പറഞ്ഞത്, ഉമറേ, ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. അപ്പോൾ ഉമർ തങ്ങൾ മദീനയിൽ അങ്ങാടിയിലാണ്. ഉമറേ, നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, നിങ്ങളുടെ മക്കളെക്കാൾ, മറ്റു എല്ലാ ജനങ്ങളെക്കാളും, അവർ നിങ്ങളുടെ ഭാര്യ പെട്ടു, നിങ്ങളുടെ കുടുംബക്കാർ പെട്ടു, സുഹൃത്തുക്കൾ പെട്ടു, എല്ലാവരും പെട്ടു, നിങ്ങളുടെ ബെസ്റ്റുകൾ പെട്ടു, എല്ലാവരും പെട്ടു, അവരെക്കാളൊക്കെ എന്നെ നിങ്ങൾ സ്നേഹിക്കണം എന്ന് അള്ളാഹുവിൻ്റെ നിയമമാണ്. ഉമർ തങ്ങൾ പറഞ്ഞു, നബിയേ, അൻത അഹബ്ബു ഇലയ്യ മിൻ വാലിദി, എൻ്റെ മാതാപിതാക്കളെക്കാൾ എനിക്ക് അങ്ങയോട് ഇഷ്ടമാണ്. എൻ്റെ മക്കൾ അവരെക്കാളും അങ്ങേ ഇഷ്ടമാണ്. പിന്നെ ബാക്കി ജനങ്ങൾ അവരെക്കാളൊക്കെ അങ്ങേ ഇഷ്ടമാണ്. ഇല്ലാ മിൻ നഫ്സി, എൻ്റെ തടി കഴിച്ച് പിന്നെ അങ്ങയുള്ളൂ. അപ്പോൾ തങ്ങൾ എന്താ പറഞ്ഞത്? ലാ യാ ഉമർ, ഉമറെ ആയിട്ടില്ല, ഈമാൻ പൂർത്തിയായിട്ടില്ല. അപ്പോൾ ഉമർ റളിയല്ലാഹുവിനോട് നിന്നു. ആ സത്യസന്ധത നോക്കണം. ഉമർ തങ്ങൾ മറച്ചു വെച്ചില്ല, ഉള്ളതുപോലെ പറഞ്ഞു. ഉമർ തങ്ങൾ പറയാൻ, ഞാൻ ആലോചിച്ചു, എനിക്ക് ഹിദായത്ത് കിട്ടിയത് ഹബീബിൽ നിന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ എൻ്റെ മക്കളാണോ എന്നെ കൈപിടിക്കാനുള്ളത്? എൻ്റെ മാതാപിതാക്കളാണോ എന്നെ കൈപിടിക്കാനുള്ളത്? നാളെ മഹ്ശറയിൽ ആരാ? അഷ്റഫുൽ ഖൽഖ് തങ്ങളാ. ഇന്നത്തെ ദുന്യാവിൻ്റെ എൻ്റെ ഹിദായത്തിൻ്റെ കാരണം നബിതങ്ങളാണ്. നാളെ പരലോകത്തെ എൻ്റെ വിജയത്തിൻ്റെ കാരണവും നബിതങ്ങളാ. പിന്നെ ആ തങ്ങളെയല്ലേ ഞാൻ എന്നെക്കാളും സ്നേഹിക്കേണ്ടത്? വല്ലാഹി യാ റസൂലല്ലാഹ്, അൽ ആന അൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനെന്ന് പറഞ്ഞോട്ടെ, എൻ്റെ ശരീരത്തെക്കാളും ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു നബിയേ. അൽ ആന യാ ഉമർ, ഇപ്പോഴാണ് ഉമറേ ശരിയായത്, ഇപ്പോഴാണ് ഉമറേ പൂർത്തിയായത് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹുബ്ബായിരുന്നു മുഅ്മിനീങ്ങളെ. ഇത് ഖൽബിലേക്ക് ഇതില്ലെങ്കിൽ പിന്നെ എന്ത് ഇസ്ലാം, എന്ത് ഈമാൻ, എന്ത് മുസ്ലിം? മഹബ്ബത്തിന് അതിരുകളില്ല എന്ന് നബി ഞങ്ങൾ പറഞ്ഞു. സ്നേഹത്തിന് അതിരുകളില്ല.